പ്രകാശത്തെ അഥവാ ലൈറ്റിനെ ഒരു കുഴലിലൂടെ കൊണ്ടുപോകാൻ കഴിയും. ഈ വെള്ളമൊക്കെ ഹോസിൽ കൂടെ പോകുന്ന പോലെ എന്തൊരു വിഡ്ഢി ചോദ്യമാണിതെന്ന് തോന്നുന്നു. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നുവെന്ന് ഇക്കാലം അത്രയും പഠിച്ചിട്ട് കുഴലിൽ കൂടെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് കേട്ടോളൂ. പ്രകാശത്തെ കുഴലിലൂടെ അല്ല, ഒരു നാരിലൂടെ കൊണ്ടുപോകാൻ കഴിയും. ഇത് യക്ഷിക്കഥയൊന്നുമല്ല, നാം ഇപ്പോൾ ദിവസേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ടെക്നോളജിയാണ്. അതാണ് ഒപ്റ്റിക്കൽ ഫൈബർ. നമ്മുടെ വീടുകളിൽ, ഓഫീസുകളിൽ ഇൻ്റർനെറ്റ് എത്തുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ്. ഭൂമിയെ ചുറ്റി വരിഞ്ഞു കിടക്കുന്ന 10 ലക്ഷം കിലോമീറ്റർ, അതായത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ 3 ഇരട്ടി നീളമുള്ള ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ കൂടിയാണ് നമുക്കിന്ന് വേഗതയേറിയ ഇൻ്റർനെറ്റ് ലഭിക്കുന്നത്. ലോകം മുഴുവനുമുള്ള ടെലികമ്മ്യൂണിക്കേഷൻ്റെ നട്ടെല്ലാണ് ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി. ഇതിലൂടെ പായുന്നത് വൈദ്യുത സിഗ്നലുകളല്ല, ലൈറ്റ് സിഗ്നലുകളാണ്. കമ്മ്യൂണിക്കേഷനിൽ മാത്രമല്ല, കളിപ്പാട്ടങ്ങൾ, കൗതുക വസ്തുക്കൾ മുതൽ ലേസർ, സർജറി തുടങ്ങി മെഡിക്കൽ സയൻസിലും ഒപ്റ്റിക്കൽ ഫൈബർ ഒഴിച്ചുകൂടാനാവാത്ത ടെക്നോളജിയാണ്. ക്വാണ്ടം മെക്കാനിക്സ് കൊണ്ട് എന്തു പ്രയോജനം എന്ന് ചോദിക്കുന്നവർക്കുള്ള ഏറ്റവും മികച്ച മറുപടി കൂടിയാണ് ഒപ്റ്റിക്കൽ ഫൈബർ. നമുക്കിന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലോ? റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ചോദ്യങ്ങൾ, വിമർശനങ്ങൾ എല്ലാം കമൻ്റായി രേഖപ്പെടുത്തണം. എങ്ങനെയാണ് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ടെലിഫോൺ കണക്ഷൻ എത്തിയിരുന്നത് എന്ന് ഓർമ്മയുണ്ടോ? എക്സ്ചേഞ്ചുകളിൽ നിന്ന് പോസ്റ്റുകളിലൂടെ വലിക്കുന്ന കമ്പികളിൽ കൂടി ഇലക്ട്രിക് സിഗ്നലുകളായിട്ടായിരുന്നു അത്. ഓരോ കണക്ഷനിലേക്കും 2 കമ്പികൾ പോകുന്നുണ്ടാകും. അങ്ങനെ ഒരു ഭാഗത്തേക്ക് 50 കണക്ഷൻ ഉണ്ടെങ്കിൽ 100 ഫോൺ കമ്പികൾ പോകും. റെയിൽവേ ലൈനിൻ്റെ വശത്തുകൂടിയും ഇതുപോലെ ഒരുപാട് കമ്പികൾ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചുണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ ഫോണിലെ മൈക്രോഫോൺ സൃഷ്ടിക്കുന്ന ആ ഇലക്ട്രിക് പൾസുകൾ ഈ കമ്പികളിലൂടെ എക്സ്ചേഞ്ചിലെത്തി ആംപ്ലിഫൈ ചെയ്ത് ആവശ്യമുള്ള ഇടത്തേക്ക് കോപ്പർ കേബിളുകൾ വഴി അയച്ചാണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമായിരുന്നത്. ഈ കമ്പികളുടെ ക്വാളിറ്റി, കാലാവസ്ഥ, തിരക്ക് ഒക്കെ അനുസരിച്ച് കോളിൻ്റെ വ്യക്തതയ്ക്കും വ്യത്യാസമുണ്ടാകും. ചാർജ് ആണെങ്കിൽ അതിഭീകരം. അന്നൊക്കെ ഒന്ന് ഫോൺ ചെയ്യുക എന്നാൽ 100 വട്ടം ആലോചിക്കണം. ഞാൻ കരിയർ തുടങ്ങിയ കാലത്ത് കമ്പനിയുടെ ഹെഡ് ഓഫീസിലേക്ക് ഫോൺ ചെയ്യാൻ പകൽ സമയം 2 സെക്കൻഡിന് 1 രൂപയാണ്, മിനിറ്റിന് 30 രൂപ. രാത്രിയിൽ ചാർജ് പകുതിയും 4-1 ആകും. ഓഫീസ് ആയതുകൊണ്ട് പകൽ സമയം തന്നെ വിളിക്കണം. അങ്ങനെ 1996-ൽ ഒരു മാസത്തെ എൻ്റെ ഫോൺ ബില്ല് 3000-4000 രൂപയായിരുന്നു. എൻ്റെ ശമ്പളം വന്ന് 2500 രൂപയാണ് കേട്ടോ. ഫോൺ ബില്ല് കമ്പനി കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കൂട്ടുകാർക്കും വീട്ടിലേക്കുമൊക്കെ ഫോൺ ചെയ്യാൻ രാത്രി വരെ കാത്തിരിക്കും. ചാർജ് കുറവാണല്ലോ. ചെറുപ്പക്കാരായ ജെൻസി കൂട്ടുകാർക്ക് ഇത് പറയുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം. അതേ കൂട്ടുകാരെ, അങ്ങനെയും ഉണ്ടായിരുന്നു ഇവിടെ ഒരു കാലം. ഞങ്ങൾ 70s തലമുറ അവിശ്വസനീയമായ ഒരുപാട് വിപ്ലവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ്. എന്നാൽ ഇന്ന് റോഡ് സൈഡുകളിൽ ചിലന്തിവല പോലുള്ള ഫോൺ ലൈനുകൾ കാണാനില്ല. കോൾ ചാർജ് ഒന്നും നോക്കാതെ എത്ര ദൂരേക്കും വിളിച്ച് മണിക്കൂറുകൾ സംസാരിക്കാം. അമേരിക്കയിലേക്കും ഗൾഫിലേക്കും UK-യിലേക്കുമൊക്കെ വീഡിയോ കോൾ വിളിച്ച് മണിക്കൂറുകൾ സല്ലപിക്കാം. കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ ഇലക്ട്രിക് പൾസുകളിൽ നിന്ന് ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് മാറിയപ്പോഴുണ്ടായ വിപ്ലവമാണിത്. ഒപ്റ്റിക്കൽ ഫൈബർ അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക്സ്. ഇതിലെ 2 വാക്കുകൾ ശ്രദ്ധിക്കുക. ഒപ്റ്റിക്സ് എന്നാൽ പ്രകാശത്തെക്കുറിച്ചുള്ള സയൻസ്, ഫൈബർ എന്നാൽ നേർത്ത നാര്. ഇത് രണ്ടും ഒരുമാതിരി അലുവയും മത്തിക്കറിയും പോലെ തോന്നുന്നു. ലളിതമായി പറഞ്ഞാൽ പ്രകാശം കടത്തിവിടുന്ന നാരുകളാണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ. അതിനെക്കുറിച്ചുള്ള സയൻസാണ് ഫൈബർ ഒപ്റ്റിക്സ്. നമുക്ക് വിശദമായി സംസാരിക്കാം. നോക്കൂ കൂട്ടുകാരെ, പ്രകാശം എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ പറഞ്ഞുകൂടാ, ഈ ഒരു സാധനമാണ് കേട്ടോ ശാസ്ത്ര സമൂഹത്തെ ഏറ്റവും അധികം വട്ടം കറക്കിയിട്ടുള്ളത്. ഇന്നും ശാസ്ത്രത്തിൽ ഏറ്റവും അധികം അന്വേഷണം നടക്കുന്നത് എന്താണ് ഈ പ്രകാശം എന്നതിലാണ്. അതുപോട്ടെ, വലിയ വിഷയം. നമുക്ക് തൽക്കാലം നമുക്കറിയാവുന്ന പ്രകാശത്തെക്കുറിച്ച് സംസാരിക്കാം. പ്രകാശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രോപ്പർട്ടികളാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ അടിസ്ഥാനം. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്നിവയാണിത്. റിഫ്ലക്ഷൻ എന്നാൽ പ്രതിഫലനം. ഒരു കണ്ണാടിയുടെ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് പതിക്കുന്ന ലൈറ്റ് അതേപോലെ തട്ടി തിരിച്ചു വരും. അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ കണ്ണാടിയിൽ കാണാൻ കഴിയുന്നത്.
നമ്മൾ പഠിച്ചിട്ടുള്ളത് ലൈറ്റ് നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്നാണ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ലൈറ്റ് നേർരേഖയിൽ നിന്ന് പാത മാറിയും സഞ്ചരിക്കും. ഈ പ്രോപ്പർട്ടിക്ക് റിഫ്രാക്ഷൻ എന്നാണ് പറയുക. ലൈറ്റിൻ്റെ ഈ പ്രോപ്പർട്ടിയാണ് നമ്മുടെ കണ്ണടകളിൽ ഉപയോഗിക്കുന്നത്. ഈ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് മഴവില്ലുകൾ ഉണ്ടാകുന്നത്. ഈ പ്രോപ്പർട്ടി കാരണമാണ് നല്ല ചൂടുള്ള അന്തരീക്ഷത്തിൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നു എന്ന് തോന്നിക്കുന്ന മരീചിക അഥവാ മിറാജ് ഉണ്ടാകുന്നത്. വിശദീകരിക്കാം, ശ്രദ്ധിക്കൂ. നോക്കൂ സുഹൃത്തുക്കളെ, ഇത് ഒരു കണ്ണാടി പ്രതലമാണ്. നമുക്കറിയാമല്ലോ, ഇതിലേക്ക് ഒരു ലൈറ്റ് റേ വീണാൽ അത് അതേപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും. ഇപ്പം ഇതിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഇതിന് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നും പറയും. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. ഇത് രണ്ടും. ഇതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ സ്കൂളിലൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പം പറഞ്ഞതുപോലെ ലൈറ്റ് സഞ്ചരിക്കുന്നത് നേർരേഖയിലാണ്. അത് നമുക്കറിയാം. നാം ടോർച്ചൊക്കെ അടിച്ചു നോക്കുമ്പോൾ ആ ലൈറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന കാണാം. അതുപോലെ ഈ സർക്കസുകാരുടെ ലൈറ്റുകളൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലാണ്. ഇതൊരിക്കലും വളഞ്ഞ് സഞ്ചരിക്കില്ല. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, ചില പ്രത്യേക സിറ്റുവേഷനുകളിൽ ലൈറ്റിനെ വളയ്ക്കാൻ കഴിയും. ലൈറ്റ് വളയും. ഇപ്പോൾ ഇത് വെള്ളമാണെന്നിരിക്കട്ടെ, ഇത് മുഴുവൻ വെള്ളം, ഇത് വായു. ഈ വായുവിൽ നിന്ന് ഇവിടേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് വരുന്നു. ഇതാണ് അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ. ഇങ്ങനെ വരുന്ന ലൈറ്റ് പോകേണ്ടത് ഇങ്ങനെയാണ്, അല്ലേ? പക്ഷേ അതങ്ങനെയല്ല പോവുക. ഇങ്ങനെയായിരിക്കും പോവുക. അതായത് ഇവിടെ വന്ന് തട്ടി ഈ ലൈറ്റ് ഇവിടേക്ക് വളയും. ഈ വെള്ളം, വാട്ടർ അല്ലെങ്കിൽ ഗ്ലാസ് എന്തുവായിക്കോട്ടെ, ഈ വെള്ളമോ ഗ്ലാസ്സോ, ഇത് ഈ വായുവിനേക്കാൾ ഡെൻസിറ്റിയുള്ള ഡെൻസർ മീഡിയമാണ്. ഒപ്റ്റിക്കലിയും ഡെൻസർ മീഡിയമാണിത്. അതായത് ഒരു റെയറർ മീഡിയത്തിൽ നിന്ന് ഒരു ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് പ്രവേശിക്കുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ വളയും. അതായത് ഇതിൻ്റെ പെർപെൻഡിക്കുലറിന് അടുത്തേക്ക് വളയും. ഇവിടെയുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ഇതും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഇതുമാണ്. ഈ കണ്ടീഷനിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ബി ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിൾ എപ്പോഴും കുറവായിരിക്കും. അതേസമയം ഇവിടെ നിന്ന് ഇതിങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിക്കുക, അത് ഇങ്ങനെയായിരിക്കും വളയുക. അതായത് ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഈ കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ലെസ് ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് പരിചയമുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വെള്ളത്തിൽ മീനിനെ കാണുന്നു. ഒരു വെള്ളത്തിൽ ഒരു മീൻ കിടക്കുന്നു. ആ മീനിനെ കാണുന്നത് സത്യത്തിൽ ആ മീൻ കിടക്കുന്നിടത്തല്ല നമ്മൾ മീനിനെ കാണുന്നത്. ഇപ്പോൾ സപ്പോസ് ഇവിടെയാണ് മീൻ കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു മീൻ ഇവിടെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ലൈറ്റ് ഇതുവഴി വന്ന് ഇവിടെ നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുകയാണ്. പക്ഷേ നമ്മൾ കാണുന്ന സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഇവിടെ കിടക്കുന്ന മീനിനെ ഇവിടെ കിടക്കുന്ന മീനായിട്ടാണ് തോന്നുക. ഈ മീൻ ഇവിടെ കിടക്കുന്നു എന്നാണ് നമുക്ക് തോന്നുക. സത്യത്തിൽ മീൻ കിടക്കുന്നത് ഇവിടെയാണ്. ഇതാണ് ഇതിൻ്റെ ഈ റിഫ്രാക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ മീനിനെ ഇവിടേക്ക് നോക്കി ഷൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ചൂണ്ട ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു വിചാരിക്കുക, മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതുവഴി അങ്ങ് പോവുകയുള്ളൂ, മീൻ ഇവിടെ ആയിരിക്കും കിടക്കുക. ഇതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഈ റിഫ്രാക്ഷൻ കാരണം, ഈ റിഫ്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കണ്ണടയില്ലേ, സ്പെക്സ്, ഈ സ്പെക്സ് റിഫ്രാക്ഷനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. റിഫ്രാക്ഷനാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ, ബേസിക് പ്രിൻസിപ്പിൾ റിഫ്രാക്ഷനാണ്. ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്, ഈ ലൈറ്റിന് പല തരംഗങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ
സൂര്യപ്രകാശത്തിൽ 7 നിറങ്ങളുണ്ട്. ഈ 7 നിറങ്ങൾക്കും 7 ഫ്രീക്വൻസിയും 7 വേവ് ലെങ്തുമാണ്. ഈ വേവ് ലെങ്തിനനുസരിച്ച് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റിഫ്രാക്ഷന് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഒരു പ്രിസത്തിൽ കൂടെ ഈ ലൈറ്റ് ഇങ്ങനെ ഒരു വെള്ള ലൈറ്റ് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ അതിൽ ചെയ്യുമ്പോൾ ഓരോ വേവ് ലെങ്തും ഓരോന്നായിട്ടാണ് റിഫ്രാക്റ്റ് ചെയ്യുക. അതാണ് 7 നിറങ്ങളായിട്ട് നമുക്ക് ഒരു പ്രിസത്തിൽ കൂടെ വരുമ്പോൾ കാണുന്നത്. ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഈ വിബ്ജിയോർ എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിന് കാരണം. അങ്ങനെയാണ് നാം മഴവില്ല് കാണുന്നത്. അപ്പോൾ ഈ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും എന്താണെന്ന് മനസ്സിലായല്ലോ, ക്ലിയർ ആയിട്ട് തന്നെ. ഇപ്പോൾ റിഫ്രാക്ഷൻ എന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ 2 പ്രോപ്പർട്ടികളും കൂടി ചേർന്ന ഒരവസ്ഥ കൂടിയുണ്ട്. അതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതാണ് ഇവിടെ നമുക്ക് വേണ്ടത്. ശ്രദ്ധിക്കൂ, ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ റിഫ്രാക്ഷനാണ് എടുക്കാൻ പോകുന്നത്. ഇതാ ഒരു മീഡിയം, ഇതൊരു ഡെൻസർ മീഡിയം, ഇതൊരു റയറർ മീഡിയം. ഒരു ലൈറ്റ് റേ ഇവിടെ വരുന്നു, അത് ഈ പെർപെൻഡിക്കുലറിൽ നിന്ന് അകന്നു പോകുന്നു. ഇതിൻ്റെ സോഴ്സ്, ഈ ലൈറ്റിൻ്റെ സോഴ്സ് ഇങ്ങോട്ട് മാറി നിൽക്കുക. അതായത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നു. അപ്പം ഇതിൻ്റെ ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടും, വീണ്ടും കൂടുന്നു. അങ്ങനെ കൂടിക്കൂടി ഒരു ഘട്ടം എത്തുമ്പോൾ ഈ ലൈറ്റ് റേ ഈ 2 മീഡിയത്തിലൂടെയും അല്ലാതെ കൃത്യമായ ഇതിൻ്റെ ഒരു സെപ്പറേഷൻ ഉണ്ടല്ലോ, വെള്ളവും വായുവും അല്ല ഗ്ലാസും വായുവും തമ്മിലുള്ള ആ സെപ്പറേഷൻ, കൃത്യമായ ആ സെപ്പറേഷനിലൂടെ കടന്നു പോകും. ആ ആംഗിളിനാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുക. ക്രിട്ടിക്കൽ ആംഗിൾ. ആ ക്രിട്ടിക്കൽ ആംഗിളിൽ ഒരു ലൈറ്റ് വന്ന് ഈ സെപ്പറേഷനിൽ ഇതിനെ വേർതിരിക്കുന്ന ആ സർഫസിൽ ടച്ച് ചെയ്താൽ ആ ലൈറ്റ് പോകുന്നത് ആ കൃത്യമായ ആ സെപ്പറേഷനിൽ കൂടെ ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയല്ലോ. ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടിയും കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇതാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നിരിക്കട്ടെ. ഈ മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ ഇതാണ്. ഈ ക്രിട്ടിക്കൽ ആംഗിളിൽ കൂടെ ആണെങ്കിൽ കറക്റ്റ് ഈ സെപ്പറേഷനിലൂടെ ഇത് പോകും, ഇല്ലേ? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ മുകളിലാണെങ്കിൽ ഇങ്ങനെയാണ് ഈ ലൈറ്റ് റേറ്റ് വരുന്നത്. അതായത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലാണെങ്കിൽ ഈ റേക്ക് എന്ത് സംഭവിക്കും? അത് ഇങ്ങോട്ടും പോവില്ല, ഇങ്ങനെയും പോവില്ല, പകരം ഈ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും. ഇവിടെ ഒരു കണ്ണാടിയുടെ പ്രതലം അങ്ങനൊന്നും വേണ്ട, സെയിം മീഡിയത്തിലേക്ക് തന്നെ ഈ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും. ഈ റിഫ്ലക്ഷന് പറയുന്ന പേരാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇതാണ് ടോട്ടൽ സാധാരണ റിഫ്ലക്ഷൻ അല്ല, ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ, സാധാരണ ഒരു റിഫ്ലക്ഷൻ, ഒരു സാധാരണ റിഫ്ലക്ഷൻ, 2 ഗ്ലാസ് കണ്ണാടികൾ ഇങ്ങനെ വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. ഒരു റേ ഇവിടെ വന്ന് തട്ടി, ഇവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് തട്ടി, ഇവിടേക്ക് വന്നു, ഇവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോയി, ഇവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നു, ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ റിഫ്ലക്ഷൻ നടക്കുമ്പോഴും ഈ പ്രകാശരശ്മിയുടെ ആ ലൈറ്റ് റേയുടെ ഒരംശം നഷ്ടപ്പെട്ടു പോകും. ഒരു 5 to 10%. അതായത് ഈ ഗ്ലാസിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്, ഇതിൻ്റെ ആ മിററിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇതിൻ്റെ റിഫ്ലക്ഷൻ ലോസ് ഉണ്ടാകും. അങ്ങനെ കുറേ റിഫ്ലക്ഷൻ കഴിഞ്ഞ് അവസാനം വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, കാണാനേ ഉണ്ടാവില്ല. ലൈറ്റ് തന്നെ പൂർണ്ണമായും അതങ്ങ് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഈ കേസിൽ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന കേസിൽ, ഈ ലൈറ്റ് റേ ഒട്ടും നഷ്ടപ്പെടുന്നില്ല, അത് ടോട്ടലി റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. അതാണ് ടോട്ടൽ റിഫ്ലക്ഷൻ. ഇത് ഒരു മീഡിയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് കൊണ്ട് അത് ഇൻറ്റേർണലാണ്. അതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ക്ലിയർ ആയല്ലോ? ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഒപ്റ്റിക്കൽ ഫൈബറിൽ എടുക്കുന്നത്. അതെങ്ങനെയാണെന്നും ഇപ്പോൾ പറയാം. ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്
അത് ഗ്ലാസിൻ്റെ നാരുകൾ തന്നെയാണ്. ഗ്ലാസ്, പ്യുവർ ഗ്ലാസ്. ഗ്ലാസിൻ്റെ അകത്തൂടെ ലൈറ്റ് കടന്നു പോകുമല്ലോ, അങ്ങനെയുള്ള ഗ്ലാസ് നാരുകളാണിത്. പക്ഷേ അത് വെറും നാരല്ല, അതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെയാണെന്നിരിക്കട്ടെ. അതിൻ്റെ നടുവിൽ ഒരു കോറുണ്ട്, അതിൻ്റെ ചുറ്റും ഒരു ക്ലാഡിങ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതിൻ്റെ പുറത്ത് ഒരു കോട്ടിങ്ങുമുണ്ട്. ഇതാണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ നേരെ കട്ട് ചെയ്താൽ ഉള്ള ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അതിനെ നമുക്ക് നീളത്തിലെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ, ഏറ്റവും ഉള്ളിൽ ഒരു കോർ, ഇത് അതിൻ്റെ പുറത്തുള്ള ക്ലാഡിങ്. പറഞ്ഞുതരാം എന്താണെന്ന്. ഇതതിൻ്റെ ക്ലാഡിങ്. ഈ കോർ എന്ന് പറയുന്നതും ഗ്ലാസ്സാണ്, ഈ ക്ലാഡിങ് എന്ന് പറയുന്നതും ഗ്ലാസ് തന്നെയാണ്. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ കോറ് എപ്പോഴും ഒപ്റ്റിക്കലി ഹൈലി ഡെൻസിറ്റി ഉള്ളതായിരിക്കും, ഒപ്റ്റിക്കലി ഡെൻസറായിരിക്കും, ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഈ ക്ലാഡിങ്ങിന് ഡെൻസിറ്റി കുറവുമായിരിക്കും. അതാണ് ഇത്. അതുമാത്രമേ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഈ കോറിലൂടെ ഒരു ലൈറ്റ് റേ ഇങ്ങോട്ട് വന്നു. ഈ പതിക്കുന്നത് ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലാണെങ്കിൽ എന്ത് പറ്റും? അത് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. കാര്യം ഇവിടെ റയറർ മീഡിയമാണ്, ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമാണ്. ഇവിടെയും ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലാണ് പതിക്കുന്നതെങ്കിൽ ഇങ്ങനെ പോകും, ഇങ്ങനെ വരും, ഇങ്ങനെ പോകും, ഇങ്ങനെ ഈ അറ്റത്ത്. അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് സിഗ്നൽ ഇവിടെ ഒട്ടും കുറയാതെ ടോട്ടൽ റിഫ്ലക്ഷൻ വഴി ലഭിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ടോട്ടൽ റിഫ്ലക്ഷൻ ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഡെൻസിറ്റി കൂടിയ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു കോറും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള ഒരു ക്ലാഡിങ്ങും ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് നടക്കുന്നത്. അതായത് വെള്ളവും വായുവും പോലെ, അല്ല ഗ്ലാസും വെള്ളവും പോലെ, ആ ഒരു വ്യത്യാസം. ഇങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ നിർമ്മിക്കുന്നത്. ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ. അതായത് ഒരു മുടിനാരിൻ്റെ വണ്ണമേ ഉണ്ടാവുള്ളൂ, പക്ഷേ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെയാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ വഴി കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് പോകുന്നത്. ടോട്ടൽ റിഫ്ലക്ഷൻ ആയതുകൊണ്ട് ഇതിൽ നിന്ന് സിഗ്നൽ ലോസ് എന്ന് പറയുന്നത് വളരെ 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 കുറവായിരിക്കും. ഇപ്പോൾ കോപ്പർ കേബിളുകളിലൊക്കെ ആണെങ്കിൽ ഒരു 4-5 കിലോമീറ്റർ ഇടവിട്ട് റിപ്പീറ്ററുകൾ സ്ഥാപിക്കണം, അതായത് ഇതിനെ ആംപ്ലിഫൈ ചെയ്യണം. എന്നാൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു 50-60 കിലോമീറ്ററിൽ ഒരു റിപ്പീറ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇങ്ങനെ ഈ ക്ലാഡിൻ്റെ അകത്തൂടെ, ഈ കോറിൻ്റെ അകത്തൂടെ ഒരേ സമയം എത്രയോ സിഗ്നലുകൾ കടന്നു പോകും. അങ്ങനെയുള്ള ഇതുപോലെയുള്ള ഈ നാര് പോലുള്ള ഒരുപാട് കേബിളുകൾ ബണ്ടിലാക്കുമ്പോൾ അത് വലിയൊരു കേബിളായി മാറും. അതിൻ്റെ അകത്തൂടെ 100 കണക്കിന് ഒപ്റ്റിക്കൽ ഫൈബറുകൾ പോകും. ഓരോ ഫൈബറിൻ്റെ അകത്തൂടെയും 100 കണക്കിന് സിഗ്നലുകൾ ഒരേ സമയം പോകും. അങ്ങനെ ഒരു വലിയ കേബിളിൻ്റെ അകത്തൂടെ ലക്ഷക്കണക്കിന് സിഗ്നലുകൾ ഒരേ സമയം ഇതിൻ്റെ അകത്തൂടെ പാസ് ചെയ്ത് വിടാൻ കഴിയും. ഈ സിഗ്നലുകൾ ലേസർ സിഗ്നലുകളാണ്. അതുകൊണ്ട് വളരെ ചെറിയ, അതായത് ഈ ഫൈബറിനേക്കാളും എത്രയോ ചെറിയ സിഗ്നലുകൾ ഇതിൻ്റെ അകത്തൂടെ പാസ് ചെയ്ത് പോകും. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം കൂടെയുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു കോപ്പർ കേബിളാണെങ്കിൽ അതെവിടെയെങ്കിലും പൊട്ടിപ്പോയാൽ നമുക്ക് അത് പിരിച്ചു വെക്കാൻ പറ്റും. അതിൻ്റെ അകത്തൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രോഡുകളാണ്, ആ കോണ്ടാക്റ്റ് മാത്രം മതി. എന്നാൽ ഇതെങ്ങാണം മുറിഞ്ഞു പോയാൽ അതിനെ യോജിപ്പിക്കാൻ വളരെ വൈദഗ്ധ്യമുള്ള എക്സ്പെർട്ടൈസായിട്ടുള്ള ടെക്നീഷ്യൻസ് വേണം, ഉപകരണങ്ങൾ വേണം. മാത്രവുമല്ല, ഇനി ഇതിൻ്റെ വേറൊരു ഗുണം, ഇപ്പോൾ കോപ്പർ കേബിളുകളിൽ ചിലപ്പം ഇടിമിന്നലിൽ നിന്നും ഒക്കെ വരുന്ന ഇത് അതിൻ്റെ അകത്തൂടെ പാസ് ചെയ്യും. ഇത് ഗ്ലാസ്സാണ്, പ്യുവർ ഗ്ലാസ്സാണ്. ഗ്ലാസ് എന്ന് പറയുന്ന ഒരു കണ്ടക്ടറല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുമില്ല. കാലാവസ്ഥയോ മഴയോ കാറ്റോ ഒന്നും ഇതിനെ എഫക്റ്റ് ചെയ്യില്ല, കാരണം ഇത് ഗ്ലാസ്സാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എപ്പോഴും ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലാണെങ്കിൽ മാത്രമേ ഈ സിഗ്നലുകൾ ഇതിലെ പാസ് ചെയ്തു പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇങ്ങനെ ഷാർപ്പായിട്ട് ആ കേബിളുകൾ വളയ്ക്കാൻ കഴിയില്ല. അങ്ങനെ വളച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും?
ഇത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കൽ ആംഗിളിന് താഴെയാകും. അപ്പോൾ ഇത് ഈ ക്ലാഡിൻ്റെ അകത്തൂടെ കടന്നു പോകും. അങ്ങനെ സിഗ്നൽ ലോസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ റോഡ് സൈഡിലൊക്കെ നോക്കൂ, ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ റിലയൻസിൻ്റെയൊക്കെ കേബിൾ പോകുമ്പം അതിൻ്റെ ജംഗ്ഷൻ ബോക്സിലൊക്കെ വലിയ ചുരുളുകളായിട്ടായിരിക്കും അത് വെക്കുക. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാലും ഷാർപ്പായിട്ടത് വളയ്ക്കാതെ ഇങ്ങനെ കുറച്ച് വലിയ വൃത്തത്തിലായിരിക്കും അത് വളച്ച് അതിനെ ടേൺ ചെയ്യിക്കുക. എങ്കിൽ മാത്രമേ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലാവുകയുള്ളൂ. ക്രിട്ടിക്കൽ ആംഗിളിന് താഴെ ആയിക്കഴിഞ്ഞാൽ സിഗ്നൽ ലോസ് അവിടെ സംഭവിക്കും. അങ്ങനെയുള്ള വളരെ ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അപ്പോൾ ലൈറ്റിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫൈബറിലൂടെ ലൈറ്റ് സിഗ്നലുകൾ കടന്നു പോകുന്നത് എന്ന് മനസ്സിലായല്ലോ. ഒക്കെ ശരി. ഇതെങ്ങനെയാണപ്പാ നെറ്റിൻ്റെ സ്പീഡ് കൂട്ടുന്നതും ചാർജ് കുറയ്ക്കുന്നതുമൊക്കെ? അതല്ലേ ചോദിച്ചത്. പറയാം. പണ്ടൊക്കെ ഒന്ന് STD ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടായിരുന്നു. പല പ്രാവശ്യം വിളിച്ചാലേ കോൾ കണക്റ്റ് ആവുകയുള്ളൂ. പലപ്പോഴും കിട്ടില്ല. കിട്ടിയാൽ തന്നെ ഇടയ്ക്ക് വെച്ച് കട്ടാകും. ഈ കോൾ സിഗ്നലുകളെല്ലാം പോയിരുന്നത് കോപ്പർ കേബിളുകളിൽ കൂടി ഇലക്ട്രിക് സിഗ്നലുകളായിട്ടാണ്. ഒരു കോപ്പർ കേബിളിൽ കൂടി കടന്നു പോകുന്ന സിഗ്നലുകൾക്ക് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ അധികം സിഗ്നലുകൾ എക്സ്ചേഞ്ചിൽ ഒരുമിച്ച് വന്നാൽ അത് കേബിളിൽ കൂടി കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. അതായത് കോപ്പർ കേബിളുകളുടെ സിഗ്നൽ ബാൻഡ്വിഡ്ത്ത് വളരെ കുറവാണെന്നർത്ഥം. ഉദാഹരണത്തിന് ഒരു ഇടുങ്ങിയ വഴിയിൽ കുറേയേറെ വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ എങ്ങനെയിരിക്കും? ഇത് നാം അനുഭവിക്കുന്ന കാര്യമാണല്ലോ. എന്നാൽ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ബാൻഡ്വിഡ്ത്ത് വളരെ കൂടുതലാണ്. ഇതിലൂടെ പ്രകാശം ലേസർ സിഗ്നലുകളായിട്ടാണ് കടന്നു പോകുന്നത്. ലേസർ എന്നാൽ നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അടുക്കും ചിട്ടയോടെയുമുള്ള പ്രകാശം തന്നെ. ഒരു മുടിനാരിൻ്റെ കനം മാത്രമുള്ള ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ആയിരക്കണക്കിന് സിഗ്നലുകൾ ഒരേ സമയം കടന്നു പോകും. ഇങ്ങനെ 100 കണക്കിന് ഫൈബറുകളുടെ ബണ്ടിലാകുമ്പോൾ ഒരേ സമയം ലക്ഷക്കണക്കിന് സിഗ്നലുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അതായത് സുഹൃത്തുക്കളെ, കോപ്പർ കേബിളുകൾ ഒരു ഇടുങ്ങിയ പഞ്ചായത്ത് റോഡാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ ഒരു 50 ലൈനുകളുള്ള പടുകൂറ്റൻ എക്സ്പ്രസ് ഹൈവേയാണ്. ഇക്കാരണം കൊണ്ട് തന്നെ കോപ്പർ കേബിളുകൾ ഉപയോഗിച്ച് കൊടുക്കാവുന്ന കണക്ഷനുകൾക്ക് പരിധിയുണ്ട്, ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഫോണുള്ള വീട് എന്നാൽ വലിയ പ്രൗഢിയായിരുന്നത്. അപേക്ഷിച്ചാൽ ഒരു കണക്ഷൻ ലഭിക്കാൻ വർഷങ്ങൾ എടുത്തിരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ വളരെ വലുതും കസ്റ്റമർ ബേസ് വളരെ കുറവായതുകൊണ്ടുമായിരുന്നു അന്ന് ഫോൺ ചാർജ് വളരെ കൂടുതലായിരുന്നത്. എന്നാൽ ഇന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ കൂടുതലാണെങ്കിലും ആവശ്യക്കാരും ഉപഭോക്താക്കളും വളരെ കൂടുതലാണ്. ഒരാളുടെ കയ്യിൽ തന്നെ 2ഉം 3ഉം കണക്ഷനുകളുണ്ട്. ഒരു വീട്ടിൽ തന്നെ 5-6 കണക്ഷനുകൾ ഉണ്ടാകും. ഇന്ത്യയിലെ ആകെ മൊബൈൽ കണക്ഷനുകളുടെ എണ്ണം രാജ്യത്തെ ജനസംഖ്യയേക്കാൾ അധികമാണ്. അതുകൊണ്ടാണ് ഏറ്റവും ചെലവ് കുറച്ച് ഇവിടെ ഫോണും നെറ്റുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നത്. മൊബൈൽ ടവറിൽ നിന്നും നമ്മുടെ ഫോണിലേക്കുള്ള ചെറിയ ദൂരം മാത്രമേ വയർലെസ്സായി നടക്കുന്നുള്ളൂ. ടവർ വരെ സിഗ്നലുകൾ എത്തുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ വഴി തന്നെയാണ്. ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂമിയെ ചുറ്റി വരിഞ്ഞ് സമുദ്രത്തിനടിയിലൂടെ സ്ഥാപിച്ചിരിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ നീളം 10 ലക്ഷം കിലോമീറ്ററിലധികമുണ്ട്. ഈ കേബിളുകൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ ലോകം തന്നെ നിശ്ചലമായി പോകും. അതുകൊണ്ട് കപ്പലുകൾ നങ്കൂരമിടുമ്പോൾ ഈ കേബിളുകളുടെ സ്ഥാനം മനസ്സിലാക്കിയേ ചെയ്യൂ. അതിസൂക്ഷ്മമായ ഓപ്പറേഷനുകൾ ഇപ്പോൾ ചെയ്യുന്നത് ലേസർ ഉപയോഗിച്ചാണ്. ലേസർ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ്. കണ്ണിൻ്റെ ലാസിക് ഓപ്പറേഷനൊക്കെ ഇന്ന് വളരെ സാധാരണമാണ്. എന്തിന്? ഇപ്പോൾ റോഡ് സൈഡിൽ 100 രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു ലൈറ്റ് കത്തുമ്പോൾ അനേകം ഫൈബറുകളിലൂടെ പ്രകാശം ഇങ്ങനെ ചെതറി ജ്വലിക്കുന്ന ഒരു സാധനം കണ്ടിട്ടില്ലേ? അതും ഒപ്റ്റിക്കൽ ഫൈബറാണ്. അതായത് കൂട്ടുകാരെ, നമ്മുടെ സമസ്ത ജീവിത മേഖലകളും ഒപ്റ്റിക്കൽ ഫൈബർ എന്ന ഈ അത്ഭുത നാരുകളുടെ ബലത്തിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഈ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാനിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ധാരാളം, ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി. ഇതൊക്കെ കൊണ്ട് എന്താണെന്നേ മനുഷ്യന് പ്രയോജനം? ആ ആറ്റത്തിൻ്റെ അകത്ത്
ഇലക്ട്രോണിന് ക്വാണ്ടം സ്വഭാവം, അതിന് വേവ് നേച്ചർ, പാർട്ടിക്കിൾ നേച്ചർ, ഇതുകൊണ്ടൊക്കെ നമുക്കെന്താ കാര്യം? ഒരുപാട് കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ. നാം നിത്യജീവിതത്തിൽ ക്വാണ്ടം മെക്കാനിക്സിനെ അടിസ്ഥാനമാക്കി ഒരുപാട് ടെക്നോളജികൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ലേസർ എന്ന് പറയുന്നത്. ഫോട്ടോണുകളുടെ പ്രകാശ കണങ്ങളുടെ ക്വാണ്ടം നേച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് ലേസർ ഉണ്ടാക്കുന്നത്. ഇവിടെ ലേസറിൻ്റെ വീഡിയോയിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ലേസറാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇന്ന് ഒപ്റ്റിക്കൽ ഫൈബർ ഇല്ലാത്ത ഒരു ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേതോ ആദിമയുഗം പോലെ നമുക്ക് തോന്നും. കടലിനടിയിലൂടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബറിന് എന്തെങ്കിലും സംഭവിച്ചാൽ പറഞ്ഞല്ലോ, ലോകം തന്നെ നിശ്ചലമായി പോകും. അതായത് ഇന്ന് ലോക സമൂഹത്തിൻ്റെ നാഡീ ഞരമ്പുകളാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബറുകൾ. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം ക്വാണ്ടം മെക്കാനിക്സുമാണ്. നമ്മൾ ഈ പറഞ്ഞ ഇന്ന് ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ ആധാരമായ ഈ മഹത്തായ ടെക്നോളജിയുടെ ഉപജ്ഞാതാവ് കണ്ടെത്തിയത് ഒരു ഭാരതീയനാണ് എന്നത് എത്ര പേർക്കറിയാം? 1926 പഞ്ചാബിലെ മോഗയിൽ ജനിച്ച് ആഗ്ര സർവകലാശാലയിൽ നിന്ന് ഫിസിക്സിൽ ബിരുദം നേടി ലണ്ടനിലെ ഇമ്പീരിയൽ കോളേജിൽ തുടർ പഠനം നടത്തിയ നരേന്ദർ സിംഗ് കപാനി എന്ന ഭാരതീയ ഫിസിസ്റ്റാണ് ഈ ടെക്നോളജി ഇൻവെൻറ്റ് ചെയ്തത്. 1953 ബ്രിട്ടീഷ് ഫിസിസ്റ്റായിരുന്ന ഹരോൾഡ് ഹോപ്കിൻസുമായി ചേർന്നാണ് അദ്ദേഹം ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം അന്തരിച്ചത് ഈ 2020 94-ാമത്തെ വയസ്സിലാണ്. നാം ഓരോ തവണ ഈ ടെക്നോളജിയിലൂടെ കടന്നു പോകുമ്പോൾ നന്ദിയോടെ സ്മരിക്കേണ്ടത് ഒരു ഭാരതീയൻ്റെ പേരാണ്. ഭാരതീയൻ എന്ന നിലയിൽ നമുക്കേവർക്കും നരേന്ദർ സിംഗ് കപാനി ലോകത്തിന് നൽകിയത്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.